ഹായ്. അപ്പളേ നമ്മളെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കഴിഞ്ഞില്ലേ, ജഗ്ഗൊക്കെ കഴിഞ്ഞു. ആകുമ്പോൾ കിട്ടില്ല മത്സരം പല സ്ഥലങ്ങളിലൊക്കെ. അപ്പം ശനിയാഴ്ച റിസൾട്ട് വന്നു. ഞായർ, തിങ്കൾ, ചൊവ്വ. ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പം ചൊവ്വാഴ്ച ആയപ്പോഴേക്കും മെമ്പർമാരൊന്നും പഞ്ചായത്തേക്ക് പോവാൻ തന്നെ തുടങ്ങിയിട്ടില്ല. അപ്പോഴേക്കും പള്ളിക്ക പഞ്ചായത്തിലെ 12ാം വാർഡിൽ നിന്നും വിജയിച്ച നമ്മുടെ സിക്കിർ മാസ്റ്റർ കാട്ടിയ ഒരു പരിപാടി നിങ്ങൾക്ക് കാണണം. വല്ലാത്തൊരു ജാതി മനസ്സും തന്നിട്ട് അയാളിപ്പോൾ ഈ 3ാമത്തെ ദിവസം ചെയ്യുന്ന പരിപാടി നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവൻ കണ്ടു. പണി ശക്തമായിട്ട് നടക്കേണ്ടത് പേർക്കാർക്ക് ഉപകാരപ്പെടുന്ന പണിയൊക്കെ കഴിഞ്ഞോ? എന്താ മാഷത് സംഭവം? നിങ്ങൾ പഞ്ചായത്തിൽ തന്നെ പോയിട്ടില്ലല്ലോ 3 ദിവസമായിട്ട്. ഇതിപ്പോ എന്താ സംഭവം? ഫണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ചെയ്തില്ലേ? അതന്നല്ല സംഭവം. അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ? നൗഫലെ, നമ്മള് ഇലക്ഷന് മുമ്പ് 12ഓളം കുടുംബയോഗങ്ങൾ കൂടിയിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കുഞ്ഞാലൻകുട്ടിയാക്കാന്റെ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കുഞ്ഞാലൻകുട്ടിയാക്കാന്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഈ ഭാഗത്തെ കുടുംബയോഗം ഉണ്ടായിരുന്നത്. അതിൽ വെച്ച് ഞങ്ങള് ഓരോരുത്തരോടും ചോദിക്കും നിങ്ങളെ പ്രശ്നങ്ങൾ എന്താണെന്ന്. അതിന് കിട്ടിയ ഈ ഭാഗത്തെ പ്രശ്നത്തിൽ ഒന്നാണ് ഈ ഫുട്പാത്ത്. അതുപോലെ ഇവിടെ വന്നിരുന്ന ഒരു പൈപ്പ് ലൈനിന്റെ പ്രശ്നം പറഞ്ഞിരുന്നു. മറ്റേ ജപ്പാൻ കുടിവെള്ള പദ്ധതിന്റെ പൈപ്പ് ലൈൻ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പൊ ആ ഇതനുസരിച്ച് ഞാൻ അന്ന് പറഞ്ഞത് ഞാൻ ജയിച്ചു വന്നാൽ ഉടനെ അത് നടത്തും. സത്യപ്രതിജ്ഞക്ക് മുമ്പ് ഈ സാധനം ഞാൻ ചെയ്യും. ഇത് പല മെമ്പർമാർക്ക് ഒരു മാതൃകയാണ് കേട്ടോ. സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ആദ്യ പ്രവർത്തനം. ഏതായാലും അഭിനന്ദനങ്ങൾ. അതേമാതിരി അംഗനവാടിയിലുണ്ട് ഞാൻ കൊടുത്ത വാഗ്ദാനമുണ്ട്. ഇവിടെ ഞങ്ങളെ കൂട്ടാലങ്കൽ അംഗനവാടിയിൽ അത് ആണ് അടുത്ത ഞങ്ങൾ ചെയ്യുന്നത്. നാളെ തന്നെ ഞങ്ങൾ ചെയ്യും. ഞങ്ങളൊരു ജനകീയ കൂട്ടായ്മ എന്റെ പിന്നിലുണ്ട്. UDF-ന്റെ ലീഡേഴ്സും പ്രവർത്തകരും ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട്. അവരുടെ സഹകരണം കൊണ്ടാണ് ഇത് സാധിച്ചിട്ടുള്ളത്. ഈ നന്മ നിറഞ്ഞ പ്രവർത്തന ഈ വാർഡിൽ ഈ 5 വർഷം തുടരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നിങ്ങളെ സ്വപ്നം പോവുകയാണെങ്കിലേ ഓക്കെ. എത്ര കൊല്ലായി ഇതിങ്ങനെ കിടക്കുന്നു? 14 വർഷമായി ഇതിങ്ങനെ കിടക്കുന്നു. ഈ കിടക്കണില്ലേ? ഞാൻ ഇവിടെ താമസാക്കിയിട്ട് 14 വർഷമായി. 14 കൊല്ലായിട്ട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇപ്പോഴാണത് സെറ്റായത്. കണ്ടില്ല നിങ്ങള്? ഇതാണ് ഇവിടുത്തെ ആദ്യ പ്രവർത്തനം. നാട്ടുകാരെല്ലാരും ഉണ്ട്. ഇതേപോലെ വാർഡ് മെമ്പർമാര് ഇലക്ഷന്റെ മുന്നേ പല വാഗ്ദാനങ്ങളും കൊടുത്തോലുണ്ടാവും. അതൊക്കെ നിറവേറ്റിക്കൊള്ളി. ഓക്കെ, ബൈ.